സഖ്യകക്ഷികളുടെ വിലപേശലിലും പിടിവാശിയിലും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഇന്ത്യയുടെ മന്ത്രിസഭാ രൂപീകരണം. സുപ്രധാന വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകേണ്ടെന്ന തീരുമാനത്തിലാണ് BJP. ക്യാബിനറ്റ് പദവികൾ അടക്കം വിട്ടുവീഴ്ചയില്ലാതെ JDUവും TDPയും ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞായറാഴ്ചയിലേക്ക് മാറ്റി. JDUവും TDPയും അടക്കം സഖ്യകക്ഷികൾ പിടിമുറുക്കിയതോടെ NDA മന്ത്രിസഭാ രൂപീകരണം കീറാമുട്ടിയായി. ആഭ്യന്തരം, ധനം, പ്രതിരോധം, നിയമം, IT, റെയിൽവേ അടക്കം സുപ്രധാന വകുപ്പുകൾ വിട്ടു നൽകേണ്ടെന്ന തീരുമാനത്തിലാണ് BJP. എന്നാൽ റെയിൽവേ, കൃഷി, പ്രതിരോധമടക്കം വകുപ്പുകളും ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവിയും വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിതീഷ് കുമാർ. ആന്ധ്രാപ്രദേശിന്റെ പ്രത്യേക പദവി സ്ഥാനവും 3 ക്യാബിനറ്റ് പദവിയും സ്പീക്കർ സ്ഥാനവും അടക്കം ചന്ദ്രബാബു നായിഡുവും അവകാശവാദം ഉന്നയിക്കുന്നു. കൂടാതെ ചിരാഗ് പാസ്വാന്റെ LJPയും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും ഹിന്ദുസ്ഥാനി അവാം മോർച്ചയുടെ ജിതിൻ റാം മാഞ്ചിയും മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ പ്രതിസന്ധിയിലായ നരേന്ദ്രമോദിയും BJPയും സമവായ ചർച്ചകൾക്ക് വഴങ്ങുകയാണ്. JDUവുമായി ചർച്ചകൾക്ക് അശ്വിനി വൈഷ്ണവും TDPയുമായി പീയൂഷ് ഗോയലും ചർച്ചകൾ നടത്തും. അതിനിടെ രണ്ടാം മോദി സർക്കാരിന്റെ അഗ്നിവീർ പദ്ധതി പിൻവലിക്കണമെന്ന ആവശ്യവുമായി JDU വക്താവ് KC ത്യാഗി രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. രാജ്യത്താകമാനം ജാതി സെൻസസ് എന്ന ആവശ്യവും JDU മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതോടെ മന്ത്രിസഭാ രൂപീകരണത്തിന് സഖ്യകക്ഷികളുടെ അനുകൂല തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് നരേന്ദ്രമോദി. ശനിയാഴ്ച പ്രഖ്യാപിച്ച സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞായറാഴ്ചയിലേക്ക് മാറ്റി. അതിനു മുൻപായി NDA MPമാരുടെ യോഗവും BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗവും ചേരും. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ ഭരണാധികാരികളെ മോദി ക്ഷണിച്ചിട്ടുണ്ട്. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവനും പങ്കെടുത്തേക്കും. വെള്ളിയാഴ്ച തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിൽ അവകാശവാദം ഉന്നയിച്ച് രാഷ്ട്രപതിക്ക് കത്ത് നൽകാനാണ് മോദിയുടെയും BJPയുടെയും ശ്രമം. കൈരളി ന്യൂസ്, ദില്ലി.